BJP സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയമാണ്. നമുക്ക് ഇതിന് മുൻനിരയിലേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലാം. കാരണം അവിടെയാണ് BJPയുടെ ജില്ലാ നേതൃത്വം അടക്കമുള്ളവർ ഈ ഘട്ടത്തിലുള്ളത്. കാരണം വിജയിച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ ഇതിന്റെ ഈ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ കടക്കുന്നത്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചപ്പോൾ വലിയ വിജയപ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് 14 എന്നുള്ളതാണ്, 12ലേക്ക് എത്തി. അതെ 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 കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങളോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. BJP ഉയർത്തിയിട്ടുള്ള വികസിത കേരളവും വികസിത കൊല്ലവും ജനങ്ങളെ നെഞ്ചിലേറ്റി എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. നിലവിലെ 6 കൗൺസിലർ മാത്രം ഉണ്ടായിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ 12 കൗൺസിലർമാർ 2 അക്കത്തിലേക്ക് എത്തിയ ഒരു വലിയ മാന്ത്രിക വിജയത്തിന് BJP നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ഇവിടത്തെ കൊല്ലത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം ആഘോഷം വലിയ വിജയമാണ്, വലിയ വിജയാഘോഷമാണ്. രണ്ടാം സ്ഥാനം ചെറിയ വോട്ടുകൾക്ക് വളരെ കൂടുതൽ സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ചുരുങ്ങിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥലങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ജയത്തിനോട് അടുത്തെത്തിയ ഒരു വിജയമായിരുന്നു. പക്ഷേ നമ്മളെ ഉയർത്തിയിട്ടുള്ള ആ കോർപ്പറേഷനിൽ ജയിച്ചതിൽ കൂടുതലും വനിതകളാണ്. തിരുവനന്തപുരത്ത് ഇതേ തന്ത്രമാണ് BJP തുടങ്ങിയത്. അതെ 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 ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടന്ന ഒരു കോർപ്പറേഷനാണ് കൊല്ലം. കഴിഞ്ഞ 30 വർഷക്കാലത്തെ അവരുടെ ആധിപത്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ ജനത സന്തോഷപൂർവ്വം ഈ വിജയം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കൊല്ലത്തെ വിജയം അത് BJP ആഹ്ലാദിക്കുകയാണ്. ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷെ BJPക്ക് അതിന്റെ ചരിത്രത്തിൽ BJPയുടെ കൊല്ലത്തെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി ഈ കൊല്ലത്തെ വിജയം മാറുകയും ചെയ്യുന്നുണ്ട്. 12 ഇടങ്ങളിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് CPM-ഉം UDF-ഉം പരമ്പരാഗതമായി വിജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലാണ് അവിടെ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ആ ശക്തി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ പാലക്കാട് BJPയുടെ വിജയാഹ്ലാദ പ്രകടനം അവിടെ തുടങ്ങിയിരിക്കുന്നു. കൊല്ലത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടു. അവിടെ നേരെ പാലക്കാട് വരുമ്പോൾ സമാനമായി BJP അവിടെ ജാഥ നടത്തുന്നു. വലിയ വിജയാഹ്ലാദ പ്രകടനമാണ് അവിടെ ഇപ്പോൾ നടത്തുന്നത്. പാലക്കാട് നഗരസഭയിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ BJPക്ക് ഭരണം തുടരാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് BJP നേതാക്കൾ നേരത്തെ ഞങ്ങളുമായി നടത്തിയ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇപ്പോൾ വലിയ ജാഥയായി പ്രവർത്തകർ അവിടെ നീങ്ങുകയാണ്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഷംന, നേരത്തെ ജാഥ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് നേരത്തെ നേതാക്കൾ സംസാരിച്ചത്. അവിടെ പാലക്കാട് നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJPക്ക് അവരുടെ ഭരണം നടത്താൻ കഴിയും എന്നാണ് അവരുടെ ആത്മവിശ്വാസം. ഒപ്പം ഇപ്പോൾ പ്രവർത്തകർ അവിടെ ശക്തമായി എത്തിയിരിക്കുന്നു. അവിടെ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ